അസ്സലാമലൈക്കും. നോമ്പൊക്കെ പകുതിയാവാറായില്ലേ? അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ നോമ്പ് പകുതിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരക്കിലല്ലേ, ഷോപ്പിങ്ങിൻ്റെ ഒക്കെ പെരുന്നാൾ ഷോപ്പിങ്ങൊക്കെ തുടങ്ങൂലേ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇഫ്താറിൻ്റെ സമയത്ത്, നോമ്പിൻ്റെ സമയത്ത് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ലോണം കഴിക്കണം എന്നല്ലേ പറയുക അല്ലേ. അപ്പം ഇന്ന് നമുക്കൊരു അങ്ങനത്തെ ഒരു സാലഡ് നോക്കാം. റഷ്യൻ സാലഡാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ക്യൂബ്സ് ആക്കിയത്. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, കുക്കുംബർ, പൊട്ടാറ്റോ എല്ലാം ഓരോന്ന് ചെറുത് എടുത്തിട്ട് ചെറിയ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാസ്ത എടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ, മയണൈസ്, ഫ്രഷ് ക്രീം, ഷുഗർ, സോൾട്ട്, മല്ലിയില. നമുക്ക് വേഗം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം പാസ്ത കുക്ക് ചെയ്യാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാസ്ത നമുക്ക് അതിലേക്ക് അതവിടെ ഇരുന്ന് കുക്കാവട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് അതിൻ്റെ സോസ് റെഡിയാക്കാം. സോസിന് ഞാൻ ആദ്യം മയണൈസാണ് എടുക്കുന്നത്. എഗ്ലെസ് മയണൈസാണ്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇതിലേക്ക് പെപ്പർ ചേർക്കാം, കുറച്ച് ഉപ്പ്, ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഷുഗർ നന്നായി ഒന്ന് മെൽട്ടായി വരുന്നവരെ മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്തയും കൂടെ കുക്കായി കഴിഞ്ഞിട്ട് സാലഡാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാസ്ത കുക്കായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്കിനി മിക്സ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് ക്യാരറ്റ് ചേർക്കാം. ഇനി ക്യാപ്സിക്കം, കുക്കുംബർ, പൊട്ടാറ്റോ, വേവിച്ച പൊട്ടാറ്റോ ആണ്, അത് ക്യൂബ്സ് ആക്കിയത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പാസ്തയും കൂടെ ചേർക്കാം. ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം കേട്ടോ. മക്കറോണി ആയാലും കുഴപ്പമില്ല. ആപ്പിളും കൂടി ചേർക്കാം. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് മല്ലിയില ചേർക്കാം. മിൻറ്റ് ലീവ്സ് ആണ് ഉള്ളതെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഏതിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർക്കാം. നമ്മുടെ കളർഫുള്ളായിട്ടുള്ള റഷ്യൻ സലാഡ് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് സെർവ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ടുള്ള സോസാണ് കേട്ടോ അതിൻ്റെ. നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ നല്ല റിച്ച് ആയിട്ടുള്ള റഷ്യൻ സലാഡ് റെഡി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നാളെ വീണ്ടും കാണാം.